Welcome back, guys. Nagar Open University English Language and Linguistics Block 1 Introduction to Language and Linguistics Unit 5 Language Dichotomies. So without any further ado, let's get started. അപ്പോൾ ഈ പാഠത്തിൽ നമ്മൾ ലാങ് ആൻഡ് പരോളാണ് പ്രധാനമായിട്ട് പറയുന്നത്. ലാങ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക? അപ്പോൾ നമ്മളെല്ലാവരും മനസ്സിൻ്റെ അകത്ത് മലയാളം ഭാഷയെക്കുറിച്ചാണെങ്കിൽ നമുക്ക് ഈ കർത്തരി കർമ്മണി പ്രയോഗം നമുക്ക് അറിയില്ലല്ലോ. പക്ഷെ നമ്മളെല്ലാവരും ഉള്ളിൽ മലയാളത്തിൻ്റെ ഒരു ഗ്രാമർ ഉണ്ട്. ഒരു ഇന്ത്യക്കാരൻ മലയാളം പറയുമ്പോൾ അതിൽ തെറ്റുണ്ടെന്ന് നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും. കാരണം നമ്മളെ ഉള്ളിലുള്ള ഒരു ഗ്രാമർ ഉണ്ട്. ആ ഗ്രാമർ വർക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് മനസ്സിലാക്കുന്നത്, തെറ്റുണ്ട്. പക്ഷെ നമുക്ക് ചോദിച്ചാൽ അറിയില്ല എങ്ങനെ പറയാമെന്ന്. അപ്പം നമ്മളെ മനസ്സിലുള്ള എല്ലാവർക്കും അറിയുന്ന കുറച്ച് നിയമങ്ങളും കുറച്ച് നിലപാടുകളും ഉണ്ട് ഭാഷയെക്കുറിച്ച്. അതിനാണ് ലാങ് എന്ന് പറയുക. ദ ഷെയർഡ് റൂൾസ് ആൻഡ് കൺവെൻഷൻസിലെ ഒരു ഭാഷയെക്കുറിച്ചുള്ള നിയമങ്ങളും കൺവെൻഷനുകളാണ് ലൈക്ക് ഗ്രാമർ ദാറ്റ് ഫോം എ ലാംഗ്വേജ് സ്ട്രക്ചർ. ഒരു ലാംഗ്വേജിന് സ്ട്രക്ചർ ഫോം ചെയ്യുന്ന ഒരു എല്ലാവരും ഉള്ളിലുള്ള ഒരു സംഭവമാണ് ലാങ് എന്ന് പറയുന്നത്. എന്നാൽ പരോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡിവിജ്വൽ സ്പീച്ച് ഓർ റൈറ്റിംഗ് ലൈക്ക് റിയാലിറ്റി ഷോ ഡിബേറ്റ് ബേസ്ഡ് ഓൺ ലാംഗ്വേജ് റൂൾ. അതായത് നമ്മളെ ഉള്ളിലുള്ള ഗ്രാമർ വെച്ചിട്ട് നമ്മൾ ഓരോരുത്തർ സംസാരിക്കുമ്പം ഓരോരുത്തരുടേത് ഓരോരോ ടൈപ്പായിരിക്കും. അപ്പം ലാങ് എന്ന നമ്മളെ മനസ്സിലുള്ള ഭാഷയെക്കുറിച്ചുള്ള ഗ്രാമർ, ആ ഗ്രാമർ അനുസരിച്ച് നമ്മൾ നമ്മുടേതായ രീതിയിൽ സംസാരിക്കുമ്പോൾ അത് പരോളാവും. അപ്പം ലാങ് എന്ന് പറഞ്ഞാൽ എല്ലാ മനസ്സിലുള്ള ഗ്രാമറും, പരോള് പറഞ്ഞാൽ ഈ ഗ്രാമർ ഉപയോഗിച്ച് ഓരോരുത്തർ വർത്താനം പറയുന്നതിനുമാണ് പറയാം. ഓക്കെ, അപ്പോൾ ഫെർണാണ്ടോ ഡെ സോജ define lang and parole as key aspect of human language ability. മനുഷ്യന്മാരെ സംസാരത്തിനുള്ള കഴിവിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ രണ്ട് കാര്യങ്ങളാണ് ലാങ്ങും പരോളും എന്നാണ് ഫെർഡിനാൻഡ് ഡെ സോജിയർ എന്ന പേരുള്ള പ്രധാനപ്പെട്ട ആൾ പറഞ്ഞിട്ടുള്ളത്. ലൈക്ക് കർണാട്ടിക് മ്യൂസിക് ഫിക്സ്ഡ് റൂൾസ്, ലാങ് പ്രൊവൈഡ് സ്ട്രക്ചർ ഫോർ യൂണിക് പരോൾ പെർഫോമൻസസ്. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ കുറച്ചുകൂടി എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ, നമ്മൾ ചെസ്സ് കളിക്കുന്ന സമയത്ത് ഒരുപാട് നിയമങ്ങൾ ഉണ്ടാവും അല്ലേ. അപ്പോൾ എന്താണ്, ഉദാഹരണത്തിന് കുതിര എന്നുള്ളത് ഒരു എൽ ഷേപ്പിൽ മാത്രമേ പോകൂ. അതേപോലെ പടൻ എന്ന് പറയുന്നത് ഒരു പ്രാവശ്യം മുന്നോട്ട് പോകുള്ളൂ, വെട്ടുമ്പോൾ ഇടത്തോട്ടാ പോവുക അല്ലെങ്കിൽ വലത്തോട്ടാ പോവുക. അങ്ങനെ കുറച്ച് നിയമങ്ങളുണ്ടല്ലോ. ഈ നിയമങ്ങൾ ഉപയോഗിച്ച് ഓരോരുത്തരായ രീതിയിലാണല്ലോ കളിക്കുക. എല്ലാവരും ഒരുപോലെയല്ലേ കളിക്കുക. അപ്പോൾ ഇതിൻ്റെ നിയമങ്ങളാണ്, ഈ പറഞ്ഞ നിയമങ്ങളാണ് ലാങ്ങും. ഓരോരുത്തർ അവർക്ക് ഇഷ്ടം പോലെ കളി ജയിക്കുന്ന തോൽക്കൊലൊക്കെ ഈ പരോളുമായിട്ട് നമുക്ക് പരിഗണിക്കാൻ പറ്റും. അപ്പോൾ മ്യൂസിക്കിലായാലും, അപ്പോൾ കർണാട്ടിക് മ്യൂസിക്കിൽ അതിൻ്റെതായ നിയമങ്ങളുണ്ട്. ഇങ്ങനെ പാടാൻ പറ്റും, ഇങ്ങനെ ചെയ്യാൻ പറ്റും. പക്ഷെ ആ പാട്ടൊക്കെ കൂടെ ഉപയോഗിച്ചിട്ട് നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് പാട്ട് പാടുമ്പോഴാണ് അത് എന്താവുന്നത്, പരോളാവുന്നത്. റിയാലിറ്റി ഷോസ് ആങ്കർ വാലിഡ് സ്പീച്ച് ഫോളോസ് ഇംഗ്ലീഷ് ഗ്രാമർ റൂൾസ്. അല്ലേ, ഇപ്പോൾ ഒരാൾ എന്ത് ചെയ്യുകയാണ്, ഇംഗ്ലീഷ് സംസാരിക്കുകയാണെങ്കിൽ, അപ്പോൾ ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കുകയാണെങ്കിൽ എൻ്റെ ഉള്ളിൽ ഇംഗ്ലീഷിൻ്റെ ഗ്രാമറിനെ കുറിച്ചിട്ട് ലാങ് ഉണ്ട്. പക്ഷേ ഞാൻ ആ സംസാരിക്കുന്ന സമയത്ത് അത് പരോൾ ആവും. ചുരുക്കി പറഞ്ഞാൽ ഉള്ളിലുള്ള ആ ലാംഗ്വേജ് ആണ്, ഇല്ലെങ്കിൽ ഒരു ഭാഷയുടെ കുറച്ച് എല്ലാവരുടെയും അകത്തുള്ള ഒരു പൊതു നിയമം എന്നാണ് എന്ത് ലാങ്. ഓരോരുത്തർ ആ നിയമം ഉപയോഗിച്ചിട്ട് സംസാരിക്കുമ്പോൾ അവരുടേതായ രീതിയിലാകുന്നു. അതിനാണ് പരോൾ എന്ന് പറയാം. ഇനി ലാങ് എന്ന് പറഞ്ഞാൽ ഇസ് എ സോഷ്യൽ എഗ്രിമെന്റ് ഷെയർഡ് ബൈ സ്പീച്ച് കമ്മ്യൂണിറ്റി അൺലൈക്ക് ഇൻഡിവിജ്വൽ പരോൾ. എല്ലാവരും അംഗീകരിക്കുന്ന ഒരു പൊതു നിയമമാണ് ലാങ് എന്ന് പറയുന്നത്. എന്താണ്, എല്ലാവരും കൂടി അംഗീകരിക്കുന്ന, ഇപ്പോൾ ഭാഷയെക്കുറിച്ച് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമുണ്ട്. എല്ലാവർക്കും പറയാൻ കിട്ടിക്കൊള്ളുന്നില്ല, പക്ഷെ എല്ലാവരും അംഗീകരിക്കും, ഇങ്ങനെയാണ് പറയേണ്ടത്. അങ്ങനെയുള്ളവരാണ് അതിനാണ് ലാങ് എന്ന് പറയുക. എന്നാൽ പരോൾ എല്ലാവരും അംഗീകരിച്ചോളുന്നില്ല. അത് ഓരോരുത്തരും താല്പര്യമായിരിക്കും. ഓരോ പറയും ലാങ് ഇങ്ങനെ ഞാനിങ്ങനെ ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് അതാണ് ശരി. അങ്ങനെ പറഞ്ഞാൽ ആരും അംഗീകരിക്കില്ല. എല്ലാവരും ഇങ്ങനെ ഉപയോഗിക്കുന്നത്, അത് കാരണം അതുകൊണ്ട് ശരിയാണ്, എന്നാൽ എല്ലാവരും അംഗീകരിക്കുള്ളൂ. അപ്പം ലാങ് എന്ന് പറഞ്ഞാൽ പൊതുഗതിയിൽ എല്ലാവരും അംഗീകരിക്കുന്നതും, പരോൾ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും അവരുടേതായ വ്യത്യസ്തതകൾ വരുത്തുമ്പോൾ ഉണ്ടാവുന്ന സംഭവമാണ്. അതെല്ലാവരും അംഗീകരിച്ചോളുന്നില്ല. ഇപ്പം ലാങ് എന്ന് പറഞ്ഞാൽ മനസ്സിലുള്ള കാര്യം, നമ്മളെല്ലാവരും മനസ്സിൻ്റെ ഉള്ളിലുള്ള, നമുക്ക് കാണാൻ കഴിയില്ല ഈ ഭാഷയുടെ നിയമങ്ങൾ കാണാൻ കഴിയും, ഇല്ല, എല്ലാവരും ഉള്ളിലുള്ളതാണ്. എന്നാൽ പരോൾ പറയുമ്പോൾ ഒരാൾ സംസാരിക്കുകയോ എഴുതുകയോ ചെയ്യുമ്പോഴാണ്. അപ്പോൾ നമുക്ക് ഈ കേൾക്കാനും എഴുത്ത് കാണാനും സംസാരം കേൾക്കാനൊക്കെ പറ്റും. ഇപ്പോൾ പുറത്ത് കാണാൻ പറ്റിയ ടൈപ്പ് സാധനമാണ് പരോൾ. ലാങ് എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ ഉള്ളിലുള്ള സംഭവമാണ്. അപ്പോൾ ലാങ്സ് റൂൾസ് ലൈക്ക് ഇംഗ്ലീഷ് ഗ്രാമർ റെസിസ്റ്റ് ചേഞ്ച് ഈവൻ ബൈ പോയിറ്റ്സ് ലൈക്ക് ജോൺ കീറ്റ്സ്. അതായത് എല്ലാവരും മനസ്സിനുള്ളിലുള്ള ഈ ഗ്രാമർ അങ്ങ് മാറൂല. എല്ലാവരും മനസ്സിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഇംഗ്ലീഷ് ഗ്രാമറിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ട്, ഇങ്ങനെയൊക്കെയാണ് ഇംഗ്ലീഷ് സംസാരിക്കപ്പെടേണ്ടത് എന്ന് ഇംഗ്ലീഷ് അറിയുന്ന ആളുകൾ. അപ്പോൾ അവരെ മനസ്സിലുള്ളത് ഒരിക്കലും മാറൂല. എന്നാൽ പരോൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. കാരണം ഓരോരുത്തർക്ക് ഇഷ്ടം പോലെ ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് ചെസ്സിന്റെ നിയമം എന്താണ്, കുതിര എൽ ഷേപ്പ് പോകണം എന്നുള്ള ഒരിക്കലും മാറാൻ പോകില്ല. പക്ഷെ ഓരോരുത്തരുടെ കളിൻ്റെ സ്റ്റൈല് മാറും. അത് എത്ര വേണമെങ്കിലും മാറും. എന്ന പോലെ ഭാഷൻ്റെ ലാങ് മാറില്ല, പക്ഷെ പരോള് എത്ര വേണമെങ്കിലും മാറും. ഇൻഫിനിറ്റ് ആണ്. ഫോറിൻ ലാംഗ്വേജ് സ്റ്റുഡൻസ് സ്ട്രഗിൾ വിത്ത് പരോൾ അൺടിൽ ദേ ലേൺ ലാങ് ലൈക്ക് സ്പാനിഷ് ലെവൽ. അപ്പം നമ്മൾ ഇംഗ്ലീഷ് പഠിക്കാൻ കഴിയാത്തതിന് മെയിൻ പ്രശ്നം എന്താ പറയുക, അധികം ആളുകൾക്കും അവർക്ക് ലാങ് അങ്ങോട്ട് എത്തിയില്ല. അവർ പരോൾ യൂസ് ചെയ്യണം, അവരുടെ രീതിയിൽ സംസാരിക്കുക. ആ ലാങ് അങ്ങോട്ട് ഉള്ളിൽ കയറാത്ത കാലത്തോളം മനസ്സിലാവില്ല. ഓക്കെ, അപ്പോൾ ലാങ് എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റിയ കാര്യമല്ല, എല്ലാവരും കൂടി അംഗീകരിക്കുന്ന സംഭവമാണ്. പരോൾ പറഞ്ഞാൽ നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റുന്ന ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ യൂസിനുമാണ് പറയാം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം ഇവിടെ വരികയാണ്. ചെസ് റൂൾസിലെ ചെസ്സിന്റെ റൂൾ എന്ന് പറയുന്നത് ലാങ് ആണ്. ഇങ്ങനെ പോകാൻ പാടുള്ളൂ, ഇങ്ങനെ ആക്കാൻ പാടുള്ളൂ. പക്ഷെ നമ്മൾ ഓരോരുത്തർ കളിക്കുന്ന രീതി വ്യത്യസ്തമായിരിക്കും. അതിനാണ് പരോൾ എന്ന് പറയാം. ലാങ്സ് കൺവെൻഷൻ സച്ച് സെന്റൻസ് ഫോർമേഷൻ കാൻ ബി ചേഞ്ച് ബൈ വൺ സ്പീക്കർ. ഒരാൾക്ക് വന്നിട്ട് ഒരു ദിവസം മാറ്റാൻ പറ്റിയ സാധനമല്ല ലാങ്. ഒരുപാട് വർഷങ്ങൾ ആളുകൾ കണ്ടിന്യൂസ് ആയി ചെയ്യുമ്പോൾ മാറ്റം വരാൻ സാധ്യതയുള്ള സംഭവമാണ് ലാങ്. എന്നാൽ പരോൾ എത്ര വേണമെങ്കിൽ മാറ്റാൻ പറ്റും. ഓരോരുത്തരുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് മാറും.
നേരത്തെ പറഞ്ഞ പോലെ ചെസ്സിന്റെ നിയമങ്ങൾ ഒരു കുതിര എൽ ഷേപ്പിലേ പോകാൻ പാടുള്ളൂ എന്നുള്ളത് അതിന്റെ നിയമം അത് മാറ്റാൻ ഒരാളെ കൊണ്ട് സാധിക്കില്ല. ഒരാൾക്ക് വേണം മാറ്റാം, പക്ഷെ അതാരും അംഗീകരിക്കില്ല. പക്ഷെ ഇപ്പൊ ലാങ് എന്നുള്ളത് മാറ്റാൻ പറ്റില്ല, അത് അവിടെ തന്നെ കിടക്കും. മറ്റത് നമുക്ക് മാറ്റാൻ പറ്റും. ഓക്കെ, സൊഷ്യൂർ ഇപ്പൊ 4ാമത്തെ പോയിന്റ്, സൊഷ്യൂർ പ്രയോറിറ്റൈസ്ഡ് സ്റ്റഡിങ് ലാങ് ആസ് ഇ സ്റ്റേബിൾ എസെൻഷ്യൽ ഫോർ പരോൾ. അപ്പൊ സൊഷ്യൂർ ഒക്കെ പറഞ്ഞത് എല്ലാവരും ഈ പരോൾ പഠിക്കുന്നതിനേക്കാളും നല്ലത് അതിന്റെ ലാങ് പഠിക്കലാണ്. എങ്ങനെ പഠിക്കാന്ന് നോക്കരുത്, പക്ഷെ ലാങ് പഠിച്ചാലാണ് ഭാഷ നമ്മുടെ തലയിൽ കയറുക എന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്? സൊഷ്യൂർ പറഞ്ഞിട്ടുള്ളത്. ലാങ്സ് അലൈൻ വിത്ത് സിങ്ക്രോണിക് സ്റ്റഡി ലൈസിംഗ് ലാംഗ്വേജ് സ്ട്രക്ചർ അറ്റ് വൺ ടൈം അൺലൈക്ക് ഡയക്രോണിക് പരോൾ. അപ്പൊ ഈ ലാങ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിങ്ക്രോണിക് സ്റ്റഡി ആണ് അത്ര. ഓക്കെ, അപ്പോൾ ഒരു പ്രത്യേക കാലത്തെ ആളുകളെ ലാങ് എങ്ങനെയാണ് അത് മാറും അത്ര, ഓരോ കാലത്ത് മാറും. പരോൾ എന്നുള്ളത് നമുക്ക് ഒരിക്കലും എടുത്ത് പഠിക്കാൻ പറ്റിയ സാധനമല്ല. കാരണം പരോൾ ഒരുപാട് ആൾക്കാർക്ക് വ്യത്യസ്തമാണ്. നമ്മൾ ചരിത്രം മൊത്തം എടുത്ത് നോക്കിയാലും നമുക്ക് പൂർണ്ണമായിട്ട് പഠിച്ചെടുക്കാനില്ല. അപ്പൊ ലാങ് എന്നുള്ള സിങ്ക്രോണിക്കും പരോൾ എന്നുള്ള ഡയക്രോണിക്കും ആണെന്നാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞത്. അപ്പൊ മനസ്സിലാക്കുക. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ലാങ് എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് ആണ്, മറ്റേത് പരോൾ ഫിക്സ്ഡ് അല്ല എന്നുള്ളതാണ്. ഇനി കോമ്പറ്റൻസ് ആൻഡ് പെർഫോമൻസ്. നിങ്ങൾക്ക് നോം ചോംസ്കിന്ന് അറിയില്ല, നേരത്തെ നമ്മൾ തുടങ്ങിയതാണ്. ഈ ചോംസ്കി ഒരാളൊരു ഉടായ്പ കൂടി ചെയ്യുന്നുണ്ട്. ആ ഉടായ്പാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. അപ്പൊ നേരത്തെ നമ്മൾ ലാങ്ങും പരോളും പറഞ്ഞു. എല്ലാവരും മനസ്സിനുള്ളിലുള്ളത് ലാങ്, എല്ലാവരും ഉപയോഗിക്കുന്നത് പരോൾ. അതിന് പേര് മാറ്റി കൊടുത്ത് ചെറിയ വ്യത്യാസം ഉണ്ടാക്കി. ലാങ്ങിന് പകരം കോമ്പറ്റൻസ് എന്നും പരോളിന് പകരം പെർഫോമൻസ് എന്നും നോക്കി. അത്ര തന്നെ. അതാപ്പോൾ ചോംസ്കി ചെയ്തത് ചെറിയ മാറ്റം. ഇപ്പൊ കോമ്പറ്റൻസ് എന്താ നോക്കുക? ചോംസ്കിസ് ടേം ഫോർ എ സ്പീച്ചസ് അൺകോൺഷ്യസ് നോളജ് ഓഫ് ലാംഗ്വേജ് റൂൾസ് ലൈക്ക് ലാങ്. ലാങ്ങിനെ പോലെ എന്താണ് സംസാരിക്കുന്ന ആളുടെ തലയിൽ അൺകോൺഷ്യസ് ആയി കിടക്കുന്ന നിയമത്തിനാണ് കോമ്പറ്റൻസ് എന്ന് പറയാം. സെയിം സാധനം. ഓക്കെ, പെർഫോമൻസ് പറഞ്ഞാലോ ആക്ച്വൽ സ്പീച്ച് ഓർ റൈറ്റിംഗ് ഇൻ റിയൽ സിറ്റുവേഷൻസ് ലൈക്ക് പരോൾ ബട്ട് അഫക്റ്റഡ് ബൈ ഇമോഷൻസ് എറർ. മൂപ്പര അഭിപ്രായത്തിൽ പെർഫോമൻസ് എന്തോ പരോൾ തന്നെ പറഞ്ഞാൽ പോലെ വെച്ചു. ഇപ്പൊ മൂപ്പര അല്ലല്ല, പെർഫോമൻസ് തന്നെ പറയണോ, ഇന്റത് വ്യത്യസ്ത. കാരണം എന്താ? സംഭവം ശരിയാണ്, എഴുതുമ്പോൾ സംസാരിക്കുമ്പോഴൊക്കെയാണ് പരോൾ വരുന്നത്. പക്ഷെ പെർഫോമൻസിന് വ്യത്യാസം എന്താ അറിയോ? ഇറ്റ് ഇസ് എഫക്റ്റഡ് ബൈ ഇമോഷൻസ് ഓർ എറേഴ്സ്. അത് ഇമോഷൻ എററൊക്കെ ആയിട്ട് എഫക്ട് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പെർഫോമൻസ് വിളിക്കുന്നത്. മൂപ്പര് വെറുതെ അതിന് പേരിട്ട് കൊടുത്താണ്. ഓക്കെ, അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ലാങ്ങിന് പകരം പേരിട്ട് കൊടുത്തത് കോമ്പറ്റൻസും, പരോളിന് പകരം പെർഫോമൻസും പേരിട്ടു. കാരണം എന്താ? പെർഫോമൻസും പരോളും എന്താ വ്യത്യാസം? ഇമോഷൻസും എററും ബാധിക്കുന്നുണ്ട്. ഒരാൾ സംസാരിക്കുന്ന സമയത്ത് അയാൾ ഇമോഷണലായിട്ടും തെറ്റുകളൊക്കെ ഒരുമിച്ച് അറിയാൻ സംഭവിച്ചു പോകാനൊക്കെ സാധ്യത ഉണ്ടല്ലോ. അതുകൊണ്ടാണ് അതിന് പെർഫോമൻസ് വിളിക്കുന്നതാണ് മൂപ്പര് പറയുന്നത്. ആയിക്കോട്ടെ. അപ്പൊ കോമ്പറ്റൻസ് ഇസ് മെന്റൽ അബ്സ്ട്രാക്ട് വൈൽ പെർഫോമൻസ് ഇസ് കോൺക്രീറ്റ് ലൈക്ക് സേയിങ് എ സെന്റൻസ്. ലാങ് എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റുമോ? ലാങ് നേരത്തെ നമ്മൾ പറഞ്ഞ ലാങ് കാണാൻ പറ്റില്ല, എല്ലാവരും മനസ്സിൻ്റെ ഉള്ളിലുള്ള സംഭവമല്ലേ. എന്ന പോലെ കോമ്പറ്റൻസ് എന്താണ്? മെന്റലാണ്, കാണാൻ പറ്റില്ല. മെന്റൽ എന്ന് പറഞ്ഞാൽ തലയുടെ ഉള്ളിലുള്ള കേട്ടോ, മാനസികമാണ്, കാണാൻ പറ്റില്ല. പെർഫോമൻസ് കാണാൻ പറ്റിയാണ്. സെയിം സാധനം, ഒരു മാറ്റമില്ല. പെർഫോമൻസ് വാരീസ് ഡ്യൂ ടു നോൺ ലിംഗ്വിസ്റ്റിക് ഫാക്ടേഴ്സ് ലൈക്ക് ടയർഡ്നെസ് ഡിസ്പൈറ്റ് ഈക്വൽ കോമ്പറ്റൻസ്. ഇപ്പം ഒരു പറയുന്നത് എന്താ പറയുക? പെർഫോമൻസിൽ നേരത്തെ നമ്മൾ പറഞ്ഞ പരോൾ, ഈ പെർഫോമൻസ് എന്താണ്? നമ്മളെ നോൺ ലിംഗ്വിസ്റ്റിക് ഭാഷ അല്ലാത്ത കാര്യം കൊണ്ട് ബാധിക്കും. പരോൾ പറയുമ്പോൾ നമ്മൾ ഓരോരുത്തർ പറയണതാണ്. അപ്പൊ നമ്മൾ ക്ഷീണിച്ച് പറയണമെങ്കിൽ ഫുള്ള് പറയാൻ കഴിഞ്ഞോണമെന്നില്ല അല്ലേ. അപ്പൊ അതൊക്കെ അതിനെ ബാധിക്കുന്ന കാര്യമാണ്. അത് നോൺ ലിംഗ്വിസ്റ്റിക് ഭാഷപരമല്ലാത്ത കാര്യങ്ങളും കോമ്പറ്റൻസിനെ പെർഫോമൻസിനെ ബാധിക്കും, ഇൻഡിവിജ്വൽ സ്ഥാനത്തിനെ ബാധിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ചോംസ്കി സ്റ്റഡീഡ് കോമ്പറ്റൻസ് ആസ് ഇറ്റ്സ് പ്യൂർലി ലിംഗ്വിസ്റ്റിക് അൺലൈക്ക് വേരിയബിൾ പെർഫോമൻസ്. അപ്പൊ ചോംസ്കി കാര്യമായിട്ട് പഠിച്ചത് കോമ്പറ്റൻസിനെ കുറിച്ചാണ്, ആസ് ഇറ്റ്സ് പ്യൂർലി ലിംഗ്വിസ്റ്റിക്. കാരണം അതിൽ ഫുള്ള് ഭാഷയാണ്. പെർഫോമൻസ് ആർക്കും പഠിക്കാൻ കഴിയില്ല, കാരണം അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ചോംസ്കി എന്താണ്? കോമ്പറ്റൻസ് പഠിച്ചു, എന്നിട്ട് ഉടായി പറക്കി ലാങ് എന്ന് പറയാൻ പറ്റില്ല, കോമ്പറ്റൻസ് പറയണം. പെർഫോമൻസ് എന്ന് പറയാൻ പറ്റില്ല, എന്താണ്? പരോൾ പറയാൻ പറ്റില്ല, പെർഫോമൻസ് പറയണം. കാരണം എന്താ? ഇമോഷൻസിനോടൊക്കെ ബാധിക്കുന്ന കാര്യമാണ്. ആ ഭാഷ അല്ലാത്ത കാര്യങ്ങളും അതിനെ ബാധിക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല? പെർഫോമൻസ് പഠിക്കുന്നില്ല, ഫുള്ള് കോമ്പറ്റൻസ് പഠിച്ചാൽ മതി എന്നാണ് ആരുടെ അഭിപ്രായം? ചോംസ്കിന്റെ അഭിപ്രായം. ഓക്കെ, അപ്പൊ അത്ര മനസ്സിലാക്കാനുള്ളൂ. ലാങ്ങിന് പകരം കോമ്പറ്റൻസ് പേരിട്ടു, പരോളിന് പകരം പെർഫോമൻസ് പേരിട്ടു. കാരണം എന്താ? ഇമോഷൻസ് അതിനെ ബാധിക്കും. ഇനി സൊഷ്യൂർ വിയസ് ചോംസ്കി ക്ലാസിഫിക്കേഷൻ കമ്പയർ. അപ്പോൾ സൊഷ്യൂറും ചോംസ്കിയും ഉണ്ട്. ഇവർ തമ്മിൽ ഇപ്പം എന്താ കാര്യമായിട്ട് വ്യത്യാസം? രണ്ടും ഒരുപോലെ ഉണ്ടല്ലോ. സൊഷ്യൂർ വന്നിട്ട് ലാങ് എന്ന് പറഞ്ഞാൽ മറ്റേ കോമ്പറ്റൻസ് എന്ന് പറഞ്ഞു, ഇയാൾ പരോൾ പറഞ്ഞു, ഇയാൾ പറഞ്ഞു എന്ത് അല്ല പരോളല്ല പെർഫോമൻസ് ആണ്. വേറെ അതേതാ വ്യത്യാസം ചോദിച്ചു? ചെറിയൊരു വ്യത്യാസം ഉണ്ട് കേട്ടോ. സൊഷ്യൂർസ് ലാങ് ഇസ് എ സോഷ്യൽ സിസ്റ്റം ഷെയർഡ് ബൈ കമ്മ്യൂണിറ്റി. ആളുകളുടെ മനസ്സിൽ മൊത്തത്തിലുള്ള സംഭവമാണ് ലാങ്. ആളുകളുടെ മനസ്സിൽ മൊത്തത്തിലുള്ളതാണ് ലാങ്. ചോംസ്കി പറഞ്ഞത് ഇൻഡിവിജ്വൽ കോമ്പറ്റൻസ് ഓരോരുത്തരുടെ മനസ്സിലുള്ളതാണ്. ഇപ്പം എൻ്റെ മനസ്സിൽ ഭാഷയെ കുറിച്ചിട്ടൊരു ധാരണ ഉണ്ട്, ഇങ്ങനെയൊക്കെയാണെന്ന്. എന്നാൽ എൻ്റെ മനസ്സിലുള്ള ധാരണ ആയിരിക്കില്ല മറ്റൊരാൾ മനസ്സിലുണ്ടാവുക. അപ്പോൾ ഓരോരുത്തരെയും വ്യത്യസ്തമാവുന്നത് കോമ്പറ്റൻസും, എല്ലാവരെയും മൊത്തത്തിലുള്ള സംഭവം ലാങ്ങുമായിട്ട് നമുക്ക് പരിഗണിക്കാൻ പറ്റും. അതാണ് വ്യത്യാസം. അപ്പോൾ ചോംസ്കിൻ്റെത് ഒരാളത് പരിഗണിച്ചിട്ടാണ്, ലാങ് എന്നുള്ള സൊഷ്യൂറിൻ്റെത് എല്ലാവരും കൂടി പരിഗണിച്ചിട്ടുള്ളതാണ്. കോമ്പറ്റൻസ്. ചോംസ്കിസ് കോമ്പറ്റൻസ് ഈസ് സ്പീക്കേഴ്സ് മെന്റൽ നോളജ് നോട്ട് സോഷ്യൽ എഗ്രിമെന്റ്. എന്താണ്? ഒരാൾ മനസ്സിലുള്ള മാനസിക അറിവാണ്. ഇപ്പോൾ ഇംഗ്ലീഷിനെ കുറിച്ച് എൻ്റെ അറിവാണ് കോമ്പറ്റൻസ്. എൻ്റെ ആ അറിവിനെ എല്ലാവരും അംഗീകരിച്ചോളുന്നില്ല. അതാണ് മൂപ്പര പോയിന്റ്. ബട്ട് പരോൾ ആൻഡ് പെർഫോമൻസ് ആർ ഇൻഡിവിജ്വൽ അഡ്രൻസ് ബട്ട് പെർഫോമൻസ് ഇൻക്ലൂഡ്സ് എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസസ്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ പരോൾ എന്താണ്? ഓരോരുത്തർ ഇൻഡിവിജ്വൽ വർത്തമാനം അല്ലെങ്കിൽ സംസാരമാണ്. ശരിയാണ്, മെൻ്റലൊന്നുമല്ല, കാണാൻ പറ്റും. പക്ഷേ അവിടെ എന്താ? ഇമോഷൻസ്, ഭാഷയല്ലാത്ത കാര്യങ്ങളൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ചുരുക്കി പറഞ്ഞാൽ സൊഷ്യൂർ ലാങ് പറഞ്ഞു, ചോംസ്കി എന്ത് പറഞ്ഞു? കോമ്പറ്റൻസ് പറഞ്ഞു. ലാങ് കോമ്പറ്റൻസ് എന്താ വ്യത്യാസം? ലാങ് എല്ലാവരും അംഗീകരിക്കുന്ന പൊതു നിയമമാണ് മനസ്സിലുള്ള. എന്നാൽ കോമ്പറ്റൻസ് പറഞ്ഞാൽ ഓരോരുത്തരുടെ തലൻ്റെ ഉള്ളിലുള്ള ഓല് വിചാരിച്ച നിയമമുണ്ട്, ആ നിയമമാണ്, ആരും കാണാൻ പറ്റില്ല. പിന്നെ പരോളും
മറ്റേ ചങ്ങി പറഞ്ഞ പെർഫോമൻസും ഉണ്ട്. രണ്ടും സംഭവം ആൾക്കാർ ഓരോരുത്തരായിട്ട് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാവുന്ന വ്യത്യാസങ്ങളാണ്. പക്ഷെ അതിലെന്താണ് പെർഫോമൻസിൻ്റെ വ്യത്യാസം എന്താ? അത് ഇമോഷന് ബാധിക്കാൻ സാധ്യതയുണ്ട്. ഭാഷയല്ലാത്ത കാര്യങ്ങളും അതിന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പെർഫോമൻസ് ആക്കിയത്. സോഷ്യൽ ലിംഗ്വിസ്റ്റ് ലൈക്ക് വില്യം ലാബോവ് ആർഗ്യൂ ലാംഗ്വേജ് ഇന്റർ കണക്റ്റഡ് നോട്ട് സെപ്പറേറ്റ്. പിന്നെ വില്യം ലാബോവ് പിന്നെയും വന്ന് മൂപ്പര് ഇടയ്ക്കിടയ്ക്ക് വരലുണ്ട്. മൂപ്പര് പറഞ്ഞത് എന്താ വെച്ചാൽ ലാംഗും പരോളും ഇന്റർ കണക്റ്റഡ് ആണ്, സെപ്പറേറ്റ് ഒന്നുമില്ല. എല്ലാവരും മനസ്സിലുള്ള ലാംഗും പരോളൊക്കെ ഒന്ന് തന്നെയാണ്. അത് വെറുതെ എന്താണ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, അതങ്ങനെ വ്യത്യാസപ്പെടുന്നില്ല എന്നാണ് ആരെ അഭിപ്രായം, വില്യം ലാബോവ്. പിന്നെ ദീസ് ഡിസ്റ്റിങ്ഷൻസ് എനേബിൾഡ് മോഡൽ ലിംഗ്വിസ്റ്റിക് വിത്ത് ലാംഗ്വേജ് കോമ്പറ്റൻസ് ഫോർ സ്ട്രക്ചർ ആൻഡ് കരോൾ പെർഫോമൻസ് ഫോർ യൂസേജ്. അപ്പോൾ ഈ ഒരു വ്യത്യസ്തത ഉണ്ടാക്കൽ കൊണ്ട് എന്താണ് ആധുനിക ഭാഷാ പണ്ഡിതർക്ക് കുറേ ഉപകാരം ഉണ്ടായിട്ടുണ്ട്. ഓല് കുറേ എന്തൊക്കെ പഠിച്ചിന്. നമുക്കിപ്പോൾ എത്ര പഠിക്കാനുള്ളൂ. ലാംഗിന് പകരം ആരാ കൊണ്ടുവന്നത്? ലാംഗ് എന്ന് പേരാരട്ടത് ഫെർണാണ്ടസ് സോഷർ. ഓക്കെ, അതിന് പച്ച കോപ്പി അടിച്ചിട്ട് വേറെ പേരിട്ടത് ആരാണ്? ചോംസ്കി. അയാളെന്താ പേരിട്ടത്? അതിന് പേരിട്ട് കോമ്പറ്റൻസ്. എന്താ കാരണം? ഓരോ ലാംഗ് എന്നുള്ള എല്ലാവരുടെ തലയിലുള്ളതാണ്, കോമ്പറ്റൻസ് ഒരാളുടെ തലയിൽ മാത്രമുള്ളതാണ്. പരോളോ പെർഫോമൻസോ രണ്ടും ഓരോരുത്തർ സംസാരിക്കുമ്പോൾ എഴുതുമ്പോൾ ഉള്ളതിനാണ്. പക്ഷെ പെർഫോമൻസിൽ എന്താ ഇമോഷൻസ് അതിനെ ബാധിക്കുന്നുണ്ട്. ഭാഷയല്ലാത്തൊരു സംഭവമാണല്ലോ, അതാണ് വ്യത്യാസം. അപ്പം ഈ പാഠം കഴിഞ്ഞു. റീക്യാപ്പ്. ലാംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഷെയർഡ് അബ്സ്ട്രാക്ട് റൂൾസ്, എല്ലാവരും മനസ്സിലുള്ള പൊതു നിയമമാണ്. പരോൾ പറഞ്ഞാൽ ഓരോരുത്തരുടെ ഒച്ചപ്പാടും ബഹളമാണ്. കോമ്പറ്റൻസ് പറഞ്ഞാൽ എല്ലാവരുടെ തലയിലുള്ളതല്ല, ഒരാളെ മനസ്സിൽ മാത്രമുള്ള ഒരു മനസ്സിലുള്ള സംഭവമാണ്. ആ മനസ്സിലുള്ള സംഭവം വെച്ചിട്ട് അയാൾ എന്തെങ്കിലും വർത്തമാനം പറഞ്ഞാൽ അത് പെർഫോമൻസ് എന്ന് പറയാൻ പറ്റും. പിന്നെ പെർഫോമൻസും പരോളും വ്യത്യാസം വെച്ചാൽ പെർഫോമൻസ് എന്താണ്? അത് നോൺ ലിംഗ്വിസ്റ്റിക്, ഭാഷപരമല്ലാത്ത കാര്യങ്ങളും അതിനെ ബാധിക്കും എന്നുള്ളതാണ്. പിന്നെ സോഷ്യോർ ചോംസ്കി ചില ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കും. നമ്മുടെ വില്യം ലാബോ വന്നിട്ട് ലാംഗും പരോളും വേറെ എല്ലാം ഒന്നാണെന്നൊക്കെ വെച്ചുണ്ടാക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ലാംഗും പരോളും ഉണ്ട്, അതിനെ കോപ്പി അടിച്ചിട്ടാണ് കോമ്പറ്റൻസും പെർഫോമൻസും. ഓക്കെ, അപ്പോൾ ഈ രണ്ട് സംഭവം എന്താണ് നിങ്ങൾക്ക് പി ജിയിൽ വരും. പി ജിയിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ടാവും, BA ഇംഗ്ലീഷ് എടുത്തവർക്ക്. അപ്പം അതിൽ അവിടെ കാണാം. അണ്ടിൽ നെക്സ്റ്റ് ടൈം, ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.